പാവങ്ങളുടെ പടത്തലവൻ എ.കെ.ജിക്ക് ജന്മനാട്ടിൽ സ്മൃതി മ്യൂസിയം ഒരുങ്ങി. കണ്ണൂർ പെരളശ്ശേരിയിൽ സ്ഥാപിച്ച മ്യൂസിയം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു. സംസ്ഥാന മ്യൂസിയം വകുപ്പിന് കീഴിലാണ് പെരളശ്ശേരിയിൽ 3.5 ഏക്കർ സ്ഥലത്ത് എ.കെ.ജി സ്മൃതി മ്യൂസിയം സ്ഥാപിച്ചത്. എ.കെ.ജി ഉപയോഗിച്ച വസ്തുക്കൾ, അപൂർവ ഫോട്ടോകളും ചിത്രങ്ങളും, രേഖകൾ, ദൃശ്യങ്ങൾ തുടങ്ങിയവ മ്യൂസിയത്തിലുണ്ട്. ഓഗ്മെന്റഡ് റിയാലിറ്റി, ഓഗ്മെന്റഡ് വെർച്വൽ റിയാലിറ്റി എന്നിവയുടെ കൂടി സഹായത്തോടെയാണ് എ.കെ.ജിയുടെ ജീവിതവും സമര പോരാട്ടങ്ങളും പ്രദർശിപ്പിക്കുന്നത്. നുണകൾ പ്രചരിപ്പിക്കപ്പെടുന്ന കാലത്ത് സത്യങ്ങൾ വിളിച്ചു പറയുന്ന കടമയാണ് മ്യൂസിയങ്ങൾ നിർവഹിക്കുന്നതെന്ന് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു. നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അത് ജനങ്ങൾ അറിയരുത് എന്നാഗ്രഹിക്കുന്ന വൻകിട മാധ്യമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അതിൻ്റെ ഭാഗമായി എങ്ങനെയെല്ലാം തമസ്കരിക്കാനാകും എന്നതാണ്, അത്തരം പ്രവർത്തനങ്ങൾ തമസ്കരിക്കാനാകും, ഏതെല്ലാം രീതിയിൽ ജനങ്ങളെ അറിയിക്കാതിരിക്കാൻ പറ്റും. ഇനി അഥവാ അറിയിക്കേണ്ടി വന്നാൽ അതിൻ്റെ നല്ല വശങ്ങൾ മറച്ചു വെച്ച് വക്രീകരിച്ച് തീർത്തും ദുരുപദിഷ്ടമായ ഭാഗം അവതരിപ്പിക്കുക, ഇതൊക്കെ നാം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ അധ്യക്ഷത വഹിച്ചു. മുൻ എം.എൽ.എ. എം.വി. ജയരാജൻ, മുൻ രാജ്യസഭാ എം.പി. കെ. രാഗേഷ്, എ.കെ.ജിയുടെ മകൾ ലൈല തുടങ്ങിയവർ പങ്കെടുത്തു. 10,737 ചതുരശ്ര അടി വിസ്തൃതിയിൽ 2 നില കെട്ടിടത്തിലാണ് 7 ഗാലറികൾ ഉൾപ്പെടുന്ന മ്യൂസിയം. കൈരളി ന്യൂസ്, കണ്ണൂർ.